ശ്രീ മഹാഗണപതിയൈ നമഃ. ഓം ശ്രീ സരസ്വതിയൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഇന്ന് നമുക്ക് നാരായണീയം ദശകം 9 5-ാമത്തെ ശ്ലോകമാണ് പഠിക്കേണ്ടത്. നമുക്ക് ശ്ലോകം ചൊല്ലാം. ശതേന പരിവത്സരൈർദൃഢസമാധിബന്ധോല്ലസത് പ്രബോധവിശദീകൃത സഖലു പത്മിനീ സംഭവ അദൃഷ്ടചരമദ്ഭുതം തവ ഹി രൂപമന്തർദൃശാ വ്യചഷ്ടപരിതുഷ്ടധീർ ഭുജഗഭോഗഭാഗാശ്രയം. കഴിഞ്ഞ ശ്ലോകത്തിൽ ബ്രഹ്മാവ് ഭഗവാന്റെ അനുഗ്രഹം മാത്രം ആഗ്രഹിക്കുന്ന ഏകാഗ്ര മനസ്സോടെ ആ താമരപ്പൂവിൽ സുഖാസനത്തിലിരുന്ന് ഉറച്ച സമാധിയെ കൈക്കൊണ്ടു എന്നാണ് പറഞ്ഞത്. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം. ശതേന പരിവത്സരൈർ ദൃഢസമാധിബന്ധോല്ലസത് പ്രബോധ വിശദീകൃതഃ സഖലു പത്മിനീ സംഭവഃ. ശതേന, ശതം എന്നാൽ 100, ശതേന 100, പരിവത്സരൈർ പരിവത്സരൈഹി ദിവ്യസംവത്സരക്കാലത്തോളം, 100 ദിവ്യസംവത്സരക്കാലത്തോളം ദൃഢസമാധി ഉറച്ച സമാധിയെ ബന്ധോല്ലസത് ധരിച്ചതിനാൽ സന്തുഷ്ടനായിട്ട്, ഉറച്ച സമാധിയെ കൈക്കൊണ്ടതിനാൽ ഉജ്ജ്വലിക്കുന്ന മനസ്സോടെ പ്രബോധ വിശദീകൃത, പ്രബോധ ജ്ഞാനത്താൽ വിശദീകൃത തെളിഞ്ഞ മനസ്സോടെ, പ്രബോധ വിശദീകൃത എന്നാൽ ജ്ഞാനത്താൽ മനോമാലിന്യങ്ങളെല്ലാം അകന്ന്, സഖലു സഹ അദ്ദേഹം, ഖലു ആകട്ടെ അദ്ദേഹമാകട്ടെ, ആ ബ്രഹ്മാവാകട്ടെ, പത്മിനീ സംഭവ പത്മിനീ സംഭവനായ ആ ബ്രഹ്മാവാകട്ടെ. പത്മിനീ സംഭവൻ എന്നാൽ പത്മസംഭവൻ എന്ന് തന്നെയാണ് അർത്ഥം. പത്മിനി എന്നാൽ പത്മം എന്ന് തന്നെ അർത്ഥം. അങ്ങനെ പത്മിനീ സംഭവനായ ആ ബ്രഹ്മാവാകട്ടെ അദൃഷ്ടചരം അദ്ഭുതം, അദൃഷ്ടചരം ഇതുവരെ കണ്ടിട്ടില്ലാത്തതും അദ്ഭുതം അദ്ഭുതകരവുമായ തവ ഹി, തവ അങ്ങയുടെ, ഹി തന്നെ, തവ ഹി അങ്ങയുടെ തന്നെ രൂപം, ആ ദിവ്യരൂപം അന്തർദൃശ മനക്കണ്ണിൽ അല്ലെങ്കിൽ ഉൾക്കണ്ണിൽ വ്യചഷ്ട ദർശിച്ചു. ഇപ്രകാരം 100 സംവത്സരക്കാലത്തോളം ഉറച്ച സമാധിയെ കൈക്കൊണ്ട് സന്തുഷ്ടചിത്തനായ, ജ്ഞാനം കൊണ്ട് മനോമാലിന്യങ്ങളെല്ലാം അകന്നവനായ ആ പത്മിനി സംഭവനായ ബ്രഹ്മാവാകട്ടെ ഇതുവരെ കണ്ടിട്ടില്ലാത്തതും അത്ഭുതകരവുമായതുമായ അങ്ങയുടെ ആ ദിവ്യരൂപം തൻ്റെ ഉൾക്കണ്ണിൽ വ്യചഷ്ട ദർശിച്ചു. പരിതുഷ്ടധീർ പരിതുഷ്ടധീഹി അത്യധികം സന്തുഷ്ടമായ, ധീഹി ധീ എന്നാൽ മനസ്സ് അല്ലെങ്കിൽ ബുദ്ധി, പരിതുഷ്ടധി അത്യധികം സന്തുഷ്ടമായ മനസ്സോടെ ദർശിച്ചു. ഭുജഗഭോഗഭാഗാശ്രയം, ഇനി ഭഗവാന്റെ ആ രൂപത്തെക്കുറിച്ചാണ് പറയുന്നത്. ഭുജകം എന്നാൽ നാഗം അല്ലെങ്കിൽ പാമ്പ്, ആദിശേഷനാഗത്തെയാണ് ഇവിടെ പറയുന്നത്. ആ ശേഷനാഗത്തിൻ്റെ മുകളിൽ ഭോഗ ശയിച്ച, നാഗത്തിൻ്റെ മേലെ ശയിച്ച, ഭാഗാശ്രയം ആദിശേഷനാഗത്തിൻ്റെ ശരീരഭാഗത്തെ ആശ്രയിച്ച് ശയിച്ച ആ ദിവ്യരൂപത്തെ ബ്രഹ്മാവ് ദർശിച്ചു. അനന്തശായിയായ ഭഗവാന്റെ ദിവ്യരൂപത്തെ ബ്രഹ്മാവ് തൻ്റെ ദിവ്യദൃഷ്ടിയാൽ അല്ലെങ്കിൽ ഉൾക്കണ്ണിൽ ദർശിച്ചു എന്നാണ് ഈ രണ്ടാമത്തെ 2 വരിയിൽ പറയുന്നത്. ഇനി നമുക്ക് ശ്ലോകത്തിൻ്റെ ഒരുമിച്ചുള്ള അർത്ഥം ഒന്നുകൂടി പറയാം. ആ പത്മിനി സംഭവനായ ബ്രഹ്മാവാകട്ടെ 100 ദിവ്യ സംവത്സരക്കാലത്തോളം ഉറച്ച ദൃഢസമാധി കൈക്കൊണ്ടതിനാൽ, ഉറച്ച ദൃഢസമാധിയെ ധരിച്ചതിനാൽ സന്തുഷ്ടചിത്തനായിട്ട്, ജ്ഞാനം തെളിഞ്ഞ മനോമാലിന്യങ്ങളെല്ലാം അകന്നവനായിട്ട്, ഇതുവരെ കണ്ടിട്ടില്ലാത്തതും അത്ഭുതകരവുമായ ഭഗവാന്റെ ദിവ്യരൂപത്തെ തൻ്റെ ഉൾക്കണ്ണുകൊണ്ട് ദർശിച്ചു.
അത്യന്തം സന്തുഷ്ടമായ മനസ്സോടെ ഭഗവാന്റെ ആ ആദിശേഷശായിയായ തിരുവുടൽ ബ്രഹ്മാവ് ദർശിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ശതേന പരിവത്സരൈർദൃഢസമാധിബന്ധോല്ലസത് പ്രബോധവിശദീകൃതഃ സഖലു പത്മിനീ സംഭവ അദൃഷ്ടചരമദ്ഭുതം തവ ഹി രൂപമന്തർദൃശാ വ്യചഷ്ടപരിതുഷ്ടധീർ ഭുജഗഭോഗഭാഗാശ്രയം. നമുക്ക് ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. ശതേന പരിവത്സരൈർദൃഢസമാധിബന്ധോല്ലസത് പ്രബോധവിശദീകൃതഃ സഖലു പത്മിനീ സംഭവ അദൃഷ്ടചരമദ്ഭുതം തവ ഹി രൂപമന്തർദൃശാ വ്യചഷ്ടപരിതുഷ്ടധീർ ഭുജഗഭോഗഭാഗാശ്രയം. ആറാമത്തെ ശ്ലോകവും അതിൻ്റെ അർത്ഥവും അടുത്ത വീഡിയോയിൽ ചെയ്യാം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.